ഹായ് ഹലോ വെൽക്കം ടു ബി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എക്സാം? ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് ക്ലാസ് എടുത്ത ഒരുപാട് ക്വസ്റ്റ്യന് അതേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്ന് നോക്കിയിട്ട് വരാം, എന്തൊക്കെയാണ് ആൻസർ എന്നുള്ളത് നോക്കിയിട്ട് വരാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിലവിലെ ജയിൽ വകുപ്പ് മേധാവി. ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2-3 ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായ IPS ആണ് നിലവിലെ ജയിൽ വകുപ്പ് മേധാവി എന്നുള്ളത്. ഇനി കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം, ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. 1991 അവസാനമായിട്ട് വധശിക്ഷ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തവനൂരാണ്. മലപ്പുറം 2022 രൂപീകൃതമായിട്ടുള്ള നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ചിട്ടുള്ള സെൻട്രൽ ജയിലാണ് മലപ്പുറത്തുള്ള തവനൂർ. 2022 ഇതൊക്കെ എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായിട്ട് എത്ര തുറന്ന ജയിലുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ടോട്ടൽ എത്ര തുറന്ന ജയിലുകളുണ്ട്? 3 1 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ആൻസറായിട്ട് വരുന്നത്. ഇനി നോക്കൂ, തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തടവ് ശിക്ഷ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ആവില്ലേ? ഒന്നുമില്ല. ജില്ലാ ജയിലിൽ എത്ര കാലം വരെയാണ് പാർപ്പിക്കുന്നത് ചോദിച്ചാൽ 6 മാസം വരെയാണ് ജില്ലാ ജയിലിൽ പാർപ്പിക്കുന്നത്. 6 മാസത്തിൽ കൂടുതലാണ് എങ്ങോട്ട് മാറും? സെൻട്രൽ ജയിലിലേക്ക് പാർപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ PYQ എടുത്ത സമയത്ത് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ പകർപ്പവകാശമാണ് കേട്ടോ. ക്ലാസ് എടുത്ത സമയത്തും ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നു. സ്വകാര്യ വ്യക്തികളുടെ പകർപ്പവകാശമാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ക്ലാസ് എടുത്തതാണ്. ആൻസറായിട്ട് വരുന്നത്? മേൽപ്പറഞ്ഞവയെല്ലാം ഉണ്ട്. രേഖകൾ, ഇമെയിലുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയൽ. ഇത്രയും വിവരം എന്നതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശങ്ങൾ സർക്കാർ അനുവദിച്ചാണ്. നമുക്ക് വായിക്കുമ്പോഴേ അറിയാം അല്ല എന്നുള്ളത് അല്ലേ. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടിയും ഉറപ്പു നൽകുന്നവയാണ്. അതാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഇതൊക്കെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? ഒന്നും ആലോചിക്കാനല്ല, മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ വരുന്നത്? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുള്ളതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും അന്തസ്സിനും വേണ്ടിയിട്ടുള്ള കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അതിലെടുത്ത് കുറേ കാര്യങ്ങൾ അതിലെടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്രയാണ്? 3 വർഷം 70 വയസ്സ് എന്നുള്ളതാണ് കേട്ടോ, തികയുന്നത് വരെ. സംസ്ഥാനമാണെങ്കിലും കേന്ദ്രമാണെങ്കിലും എത്രയാണ് കാലാവധി എന്ന് പറയുന്നത്? 3 വർഷം 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴാണ്? ആൻസറായിട്ട് വരുന്നത് മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. ഇതെല്ലാം പെടും. ഇതെല്ലാം ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ രണ്ടും, നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും അംഗത്തെ പുറത്താക്കാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കാരണങ്ങളായിട്ട് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് ഇളവ് നൽകുന്നു ചോദിച്ചാൽ വകുപ്പ് 8.1. അതൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിവരാവകാശ നിയമത്തിലെ 8.1G പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നാൽ വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ എന്നുള്ളതാണ് കേട്ടോ. ഈ 8.1G ഒന്നും നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല. 8.1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലോസ് G ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നോക്കൂ, ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിതനാകുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇവിടെയാണെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കും. ഇനി അഭിപ്രേരണ എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ്. ഇതും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? മാനസിക സമ്മർദ്ദമാണ്. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ പോകുന്നത് ആക്രമണോത്സുകത എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. പക്ഷെ അതെന്താണ്? അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്
ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനറ്റിക്സ് എന്നത് എന്താണ്? ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കലാണ്. കൈനറ്റിക്സ് എന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടും. ശാരീരിക ചലനങ്ങൾ കൈനറ്റിക്സ്, അതോടെ കഴിവോടെ നിർവഹിക്കില്ല. നമുക്ക് അതുമായിട്ടൊക്കെ ഒന്ന് എന്താണ് കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉത്കണ്ഠയെ എങ്ങനെ ശരിയായിട്ട് വിവരിക്കുന്നത് എങ്ങനെയാണ്? ഭയം, സംഘർഷം, ചിന്ത എന്നിവ മൂലമാണിത്. ഈ ഭയം സംഘർഷമൊക്കെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. അതായത് കണ്ടോ, നമ്മളുടെ ജയിൽ വകുപ്പ് മേധാവി ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 2-3 ക്ലാസ്സിൽ ഞാനത് റിപ്പീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരണത്തിന് ശേഷം രൂപീകരിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ, മലപ്പുറമാണ്. 2022 രൂപീകൃതമായി. പിന്നെ ജില്ലാ ജയിൽ ചോദിച്ചിട്ടില്ലേ? എത്രയാണ്? 6 മാസം വരെ. ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയതാണ് കേട്ടോ. അതാ കിടക്കുന്ന നമ്മുടെ ഓപ്പൺ പ്രിസൺ 3 പേരാണ്. അതിൽ വുമൻ പ്രിസണ് പൂജപ്പുര, ബാക്കി 2 എണ്ണം നെട്ടുകാൽത്തേരിയും ചീമേനി, കാസർഗോഡ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളത്? 2 എണ്ണം ഓപ്പൺ പ്രിസൺ. പിന്നെ എന്താണ് വരുന്നത്? കാലാവധി കിടക്കുന്നു 3 വർഷം 70 വയസ്സ്. പിന്നീട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വകുപ്പുകളിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് സെക്ഷൻ 8 കിടക്കുന്നു. ഇതെല്ലാം ചോദിച്ചതല്ലേ. പിന്നെ വിവരപ്രകാശം നിയമപ്രകാരം ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിലുള്ളത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് രൂപത്തിൽ ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. സർക്കുലർ, ലോഗ് ബുക്ക് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. സാമ്പിള്. അപ്പോൾ അതെല്ലാം വന്നില്ലേ. പിന്നെന്താണ് നമ്മുടെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ? പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ളത്. ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞതാണ്, ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. കിടക്കുന്നു 8.1. കിടക്കുന്നു കണ്ടോ. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8.1 പ്രതിപാദിക്കുന്നത് എന്താണ്? വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയാണ്. ഇപ്പോൾ കിട്ടിയില്ലേ? ഒരു മാർക്ക് കിട്ടിയില്ലേ? നീക്കം ചെയ്യുന്നത് മതിയായിട്ടുള്ള കാരണങ്ങൾ കിടക്കുന്നു. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിലെടുത്തതാണ്. കിടക്കുന്നു നമ്മുടെ ഉത്കണ്ഠയെ കാണിക്കുന്ന വികാരങ്ങൾ ഏതൊക്കെയാണ്? ഭയം, അസ്വസ്ഥത എന്നിവയാണ്. അഭിപ്രേരണ കിടക്കുന്നു. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഊർജ്ജമാണ് അഭിപ്രേരണ എന്നതുകൊണ്ട് പറയുന്നത്. കിടക്കുന്നു കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിക്കുന്ന സെൻട്രൽ ജയിൽ തവനൂർ സെൻട്രൽ ജയിൽ. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ ഏതൊരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ PYQ ആണെന്നുള്ളത്. ക്ലാസ് എടുത്ത് നോക്കി അറിയാം കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ PYQ സെക്ഷൻ ഡിസ്കസ് ചെയ്തെന്നുള്ള നമുക്ക് കുറച്ച് പോയിന്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ റിട്ട് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. റിട്ടുകൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് അത് SCERT എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വന്നില്ലേ. പിന്നെ നമ്മളുടെ ബോസ്റ്റൺ ടീ പാർട്ടി 73 നമുക്ക് എന്താണ് മാച്ച് ദ ഫോളോവിങ് ഉണ്ടായിരുന്നല്ലോ. മാച്ച് ദ ഫോളോവിങ് ആണോ ശരിയായ ജോഡിയാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടതാണ് കേട്ടോ. നോക്കണേ എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നതാണ്. പിന്നെന്താണ് ഇതിൽ തന്നെ നമ്മൾ PYQ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ കുറേ പോയിന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നല്ല. 3 തുറന്ന ജയിലുകളാണുള്ളത്. ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതെല്ലാം ഒന്ന് നോക്കിയേക്കണേന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇട്ടതാണ്. അതിൽ 73-74 അമെൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തി രാജുമായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആൻസർ സർക്കാരിയ കമ്മീഷൻ ഒഴികെ ബാക്കിയുള്ളതെല്ലാം. തുങ്ക കമ്മിറ്റി ഉണ്ടായിരുന്നു, അശോക് മേത്ത, പിന്നെ ഇതായിരുന്നു ബൽവന്ത് റായ് കമ്മിറ്റി. ഇതെല്ലാം ബന്ധപ്പെടുന്നതാണ്. ഇതൊക്കെ അത് നോക്കിയിരുന്നെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം 73-74 അമെൻമെൻറ്റിൽ വായിക്കുമ്പോൾ നമ്മൾ എന്തായാലും എന്താണ് ആ ഒരു അത്രയും കമ്മീഷൻസ് നോക്കാണ്ട് പോവില്ല. പിന്നെന്താണ് തണ്ണീർത്തടങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചുരങ്ങൾ, മറ്റേ എന്തോ കടന്നു പോകുന്ന NH ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു നമുക്ക് ആ ഒരു ഇതിലായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഞാൻ പറഞ്ഞല്ലേ ശരിയായ ജോഡിയോ മാച്ച് ദ ഫോളോവിങ് ഏതോ ആണ്. ഇതൊക്കെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നതാണ്. കിടക്കുന്നത് നമ്മുടെ അഹം, യാഥാർത്ഥ്യ, തത്വം എന്ന് പറയുന്നത് ഈഗോ. ഇതൊക്കെ നമുക്ക് ഞാൻ ക്ലാസ്സിലിട്ടതാണ്. ദാഹം, ഈഗോ എന്താണ് യാഥാർത്ഥ്യ ബോധ തത്വം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ കിടക്കുന്നു നമ്മുടെ ശാരീരിക ചലന പരബുദ്ധി. ഇത് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഞാൻ എന്തായാലും വളരെയധികം ഹാപ്പിയാണ് കേട്ടോ. ഞാൻ എന്തായാലും എൻ്റെ ക്ലാസ് ഫോളോ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ ആ പറയുന്ന പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്സ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ GK അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഹോട്ട് ടോപ്പിക്സും കൂടെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ SCERT മറ്റേ പുത്തൻ സാമ്പത്തിക നയം ഞാൻ SCERT ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ല? എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
പിന്നെ ഇനി നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. LDCക്കും VFAക്കും ബാച്ച്, പിന്നെ നമ്മുടെ 10th പ്രിലിംസിനുള്ള ബാച്ച്, പിന്നെ WCPO CPOയ്ക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ് ഞാൻ എടുത്തിട്ട് പോകും. പിന്നെ APOൻ്റെ നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ റിലേറ്റഡ് ഫാക്റ്റ് എന്തായാലും ചെയ്യട്ടോ. കാരണം നമുക്ക് സൈക്കോളജിയിൽ റാങ്കിങ് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസും എല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് ഞാൻ പോയിൻ്റ് വൈസായിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അതിൻ്റെ നോട്ട് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സിൽ ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നും ഡീപ്പായിട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ എന്തായാലും 2-3 റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് ഒന്നും ആരും ചോദിക്കണ്ട കേട്ടോ, കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് അധികം വലച്ചിട്ടില്ല. ഇംഗ്ലീഷൊക്കെ SCRT വെക്കാബുലറീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാത്സ് അധികം വലച്ചിട്ടില്ല. മലയാളം വലിയ കുഴപ്പമില്ല, പക്ഷേ മലയാളം 2-3 ക്വസ്റ്റ്യൻസൊക്കെ നല്ല കൺഫ്യൂഷൻ ആയിരുന്നു. ആ ഒരു ഒഴിച്ചുകൂടാനാവാത്തത് എന്ന് കൊടുത്തിട്ട് എല്ലാം മീനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്. അതൊക്കെ ചോദിച്ചപ്പോൾ ഇത്തിരി കൺഫ്യൂഷനായി പോയി. പിന്നെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി ബാക്കി നമ്മൾ ഒരുപാട് നോക്കിയിട്ടോ ഇത്രയും നെഗറ്റീവായി സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. കാരണം അത്രയും നമ്മൾ സങ്കടപ്പെടുകയാണ്, എൻ്റെ ഇന്ന് ഇത്രയും പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സങ്കടപ്പെടുകയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും. അത് നമ്മുടെ ഊർജ്ജത്തെ എല്ലാം കളയും. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, നമ്മൾ ഇനി മുന്നോട്ടുള്ള യാത്ര മുന്നോട്ട് വീണ്ടും നോക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. SCRT ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഈ പുതിയ SCRTന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി SCRT എന്തായാലും മസ്റ്റാണ് കേട്ടോ. ഒരു 5 തൊട്ട് 10 വരേക്കുള്ള SCRT ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കണം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് 2025 നോബൽ പ്രൈസും 2024 നോബൽ പ്രൈസും എന്തായാലും എക്സാമിന് നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞതാണ്. ഞാൻ എക്സാമിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ തലേ ദിവസം ഞാൻ ക്ലാസ് ഇട്ടപ്പോൾ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് 2024 നോബൽ പ്രൈസ് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണമെന്ന്. അതേപോലെ ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. സാമ്പത്തികമാണെന്ന് തോന്നുന്നു 2024 ചോദിച്ചത്. സൈമൺ ആരായിരുന്നു ആൻസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വന്നു. പിന്നെ 2025 നോബൽ പ്രൈസ് 2 വട്ടം ചോദിച്ചു. ആ 2 വട്ടം ചോദിച്ചത് നമ്മളെ വലച്ചില്ല എന്നുള്ളതാണ് കേട്ടോ. കാരണം ആ പേരുകൾ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേനെ. പക്ഷേ പേര് കൊടുത്തിട്ട് നമുക്ക് ആൻസർ ഏതിനാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് 2 ക്വസ്റ്റ്യൻ 2025 നോബൽ പ്രൈസ് 2 അങ്ങനെയാണ് ചോദിച്ചത്. അതുകൊണ്ട് നമുക്കത്ര വലച്ചിലൊന്നും തോന്നിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാനിനിയും അടുത്ത ക്ലാസ്സുകൾ എന്തായാലും ഉടനടി അപ്ലോഡ് ചെയ്തിട്ട് ആദ്യം ഞാൻ APOക്കാർക്കുള്ള ക്ലാസ്സിൻ്റെ തയ്യാറെടുപ്പിലാണ്. അവർക്ക് നോട്ട് വൈസ് പോയിൻ്റ് വൈസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി ക്ലാസ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത ക്ലാസ് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയി നോക്കിയാൽ അറിയാം. അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളൊക്കെ നോക്കിയിട്ട് എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത്തിരി സമയം കിട്ടും. ഇതുവരെ ഒരു അപ്ഡേഷനൊന്നും വന്നിട്ടില്ല മെയിൽ APOൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത്തിരി സമയം ഉണ്ടാവും എന്ന് വെച്ചിട്ട് ലാഗ് അടിച്ചിട്ടിരിക്കരുത്. കിട്ടുന്ന സമയം നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഞാൻ 2025 കറണ്ട് അഫെയർ കംപ്ലീറ്റ് ഞാൻ പ്ലേലിസ്റ്റായിട്ട് ഇടാം കേട്ടോ. കാരണം നമ്മൾ ഇനി എഴുതാൻ പോണ എക്സാമിന് 2025 കറണ്ട് അഫെയർ ആദ്യം നമ്മൾ സെറ്റാക്കിയിട്ട് വെക്കണം. എന്നിട്ടാണ് നമ്മൾ 2026 നോക്കാൻ പാടുള്ളൂ. 2026 കറണ്ട് അഫെയർ ഞാൻ ജാനുവരി 15 PSC ബുള്ളറ്റിൽ നിന്ന് കിട്ടുന്ന കറണ്ട് അഫെയർ ഉൾപ്പെടുത്തിയിട്ടൊരു ക്ലാസ് പോകും. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ജാനുവരി 15 അങ്ങനെയാണല്ലോ PSC ബുള്ളറ്റിൻ ഇറക്കണത്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും എൻ്റെ കറണ്ട് അഫെയർ ക്ലാസ് പോകുന്നുണ്ടാവുക. പിന്നെ SCRT സീരീസ് ഉണ്ടായിരിക്കും. നമ്മുടെ സിലബസുമായിട്ട് അടുത്തിരിക്കുന്ന SCRT പോർഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ മോക്ക് ടെസ്റ്റുകൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മക്കളെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ എക്സാമിന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണാം കേട്ടോ. താങ്ക് യു.